നമസ്കാരം. കാനഡയിൽ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട നിരവധി സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ട്. ഉച്ചകോടിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ സന്ദർശിക്കുകയും ഈ കൂടിക്കാഴ്ച ഫലപ്രദമായെന്ന തരത്തിലുമാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതേസമയം കാനഡയിൽ G7 യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മോദിക്കെതിരെ പതിയിരുന്ന് പ്രതിഷേധിക്കാൻ ഖലിസ്ഥാനികൾ ഗൂഢപദ്ധതിയുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആൽബർട്ടയിൽ വെച്ച് മോദിക്കെതിരെ പതിയിരുന്ന് പ്രതിഷേധിക്കാൻ വന്ന ഖലിസ്ഥാനികൾ അദ്ദേഹത്തെ അപകടപ്പെടുത്തിയേക്കുമെന്ന് പറയുന്നു. പക്ഷേ ശ്രമം വിജയിച്ചില്ല. അതേസമയം മോദിക്ക് ക്ഷണം നൽകിയ കാനഡ പ്രധാനമന്ത്രി കാർണിയെ പല മാധ്യമ പ്രവർത്തകരും അഭിനന്ദിക്കുകയാണ്. ഇതുവഴി കാനഡയിൽ പുതിയൊരു അന്തരീക്ഷമാണ് ഉണ്ടാകുന്നതെന്നും വിഘടനവാദികളായ ഖലിസ്ഥാൻവാദികൾ ഒറ്റപ്പെടുമെന്നും മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു. G7 യോഗത്തിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയ മോദിക്കെതിരെ പ്രതിഷേധിക്കാനായി ആൽബർട്ടയിലെ കനാനസ്കിയിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ പതിയിരുന്നതായി പറയുന്നു. ഇത് പ്രതിഷേധിക്കാനാണോ അതോ ആക്രമിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം G7 ഉച്ചകോടിയിൽ വിവിധ വിഷയങ്ങളിൽ മികച്ച ചർച്ചകൾ നടന്നതിന് പുറമെ ഉച്ചകോടിക്ക് പുറത്തും ചർച്ചകളുണ്ടായി. ഇന്ത്യ കാനഡ ഉഭയകക്ഷി ബന്ധവും ചർച്ചയായെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാനഡ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലേക്ക് പോയി. ഇന്ത്യ കാനഡ ബന്ധം വഷളായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമായതിനാൽ അതീവ പ്രാധാന്യമായിരുന്നു ഇരു രാജ്യങ്ങളും പ്രധാനമന്ത്രിയുടെ G7 യാത്രയ്ക്ക് കൽപ്പിച്ചിരുന്നത്. ഉച്ചകോടിക്ക് മുൻപ് സൈപ്രസ് സന്ദർശിച്ച പ്രധാനമന്ത്രി അവിടെ നിന്നാണ് കാനഡയിൽ എത്തിച്ചേർന്നത്. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരം കാനഡയിലെ കനാനസ്കിയിൽ എത്തിയ മോദി ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ ചർച്ചകളിൽ പങ്കെടുത്തു. G7 ഉച്ചകോടിയിൽ തുടർച്ചയായ 6ാമത് തവണയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. തുടർന്ന് ആൽബർട്ടയിൽ വെച്ച് മോദിയും മാർക്ക് കാർണിയും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അതീവ പ്രാധാന്യമുള്ളതാണെന്നും അത് ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പരിശ്രമിക്കുമെന്നും മാർക്ക് കാർണി പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര ബഹുമാനത്തിലും നിയമവാഴ്ചയിലും സ്വതന്ത്ര പരമാധികാരത്തിലും ഊന്നിയ ബന്ധം നിലനിർത്തുന്നതിന്റെ ആവശ്യകത രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി കാനഡ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ രണ്ട് രാജ്യങ്ങളും ശ്രമിക്കുമെന്ന് മോദി പറഞ്ഞു. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയോഗിക്കാൻ രണ്ട് രാജ്യങ്ങളും ചർച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചു. നേരത്തെ സൈപ്രസ് റിപ്പബ്ലിക് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌളിസിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 15-16 തീയതികളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. 2 ദശാബ്ദത്തിന് ശേഷമാണ് സൈപ്രസിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത്. നിക്കോസിയയിൽ പ്രസിഡന്റ് ക്രിസ്റ്റോഡൌളിനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ലിമാസോളിൽ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.